കൊടുങ്ങല്ലൂരിൽ തിരക്കുപിടിച്ച സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഓടി നടന്നുള്ള ഉദ്ഘാടനങ്ങൾ. ഇന്ന് മാള മേഖലയിൽ മാത്രം 3 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ കീഴിലായിരുന്നു ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അതിനു മുൻപ് തന്നെ ഉദ്ഘാടനങ്ങൾ നടത്തി നേട്ടങ്ങളുടെ പട്ടിക ഉയർത്താനാണ് തീരുമാനം. ശനിയാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് മാള മേഖലയിൽ മാത്രം 3 പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നടത്തി. ഒരിക്കൽ നവീകരണ ഉദ്ഘാടനം നടത്തി പിന്നീട് തകർന്നു വീണ മാള സിനഗോഗ് നവീകരണമായിരുന്നു ഒന്ന്. കേരളത്തിന്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റത്തിന്റെ കാലമാണ്. നമ്മുടെ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു, ഡെസ്റ്റിനേഷനുകൾ വികസിച്ചു, വലിയ നിലയിൽ ആളുകൾ കേരളത്തേക്ക് അടുത്തു. ഈ ഗവൺമെന്റ് വന്ന സമയത്ത് കോവിഡ് രൂക്ഷമായിരുന്നു. ഒരു വീട്ടിൽ തന്നെ മറ്റൊരു വീട്ടിലേക്ക് ഒരു മനുഷ്യനെ സഞ്ചരിക്കാൻ കോവിഡ് പ്രോട്ടോകോൾ തടസ്സമായിരുന്നൊരു കാലം. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് നമുക്കറിയാം. ഓർത്തോക്ക് നിങ്ങൾ ആ കോവിഡിന്റെ കാലം ടൂറിസം മേഖല വെന്റിലേറ്ററിലായി പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കഴിയുകയായിരുന്നില്ല. കോവിഡിന്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കും, എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഓൺലൈൻ ടൂറിസം മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തു. ഒപ്പം യഹൂദ സെമിത്തേരി ഹാർമണി പാർക്ക് ഉദ്ഘാടനവും അനുബന്ധമായി നടത്തി. മുസരിസ് പ്രൊജക്ടിന് കീഴിലാണ് പദ്ധതി നിർവഹണം. VR സുനിൽകുമാർ MLA ആയിരുന്നു അധ്യക്ഷൻ. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോഷി കാഞ്ഞുത്തറ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു. ബജറ്റിൽ 75 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച മാള ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. MLA VR സുനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷവരെ അറിയിക്കുകയാണ്. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി. മാമ്പ്ര കൂട്ടാലപ്പാടം പുളിക്കക്കടവ് റോഡിന്റെ ഉദ്ഘാടനവും ഇന്ന് നടന്നു. ഇനി ആകെ 2 റോഡുകൾ മാത്രമാണ് BNBC ആക്കാത്തതായിട്ട് ഉള്ളത്. ബാക്കി എല്ലാ റോഡുകളും പൂർണ്ണമായിട്ട് BNBC ആക്കാൻ നമുക്ക് സാധിക്കും. വിവിധ മേഖലകളിൽ ആയുർവേദ ആസ്പത്രി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും, അന്നവരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വിദ്യാലയങ്ങളും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിദ്യാലയങ്ങളാണ്. 1 കോടി രൂപ വീതം എല്ലാ വിദ്യാലയങ്ങൾക്കും. ഏത് വിദ്യാലയത്തിനാണ് ഇന്ന് ഫണ്ട് അനുവദിക്കപ്പെടാത്തത് എന്ന് ആർക്കും ചോദിക്കാം. എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങൾക്കും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം, രജിസ്റ്റർ ഓഫീസ്, കൃഷിഭവൻ, 2 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള.